കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ NH-66 വഴി കാരോട് മുതൽ തലപ്പാടി വരെ യാത്ര ചെയ്തതിൻ്റെ കാഴ്ചകളാണ് കണ്ടത്. ഈ എപ്പിസോഡിൽ കൊല്ലൂർ മൂകാംബിക വരെ യാത്ര ചെയ്തതിൻ്റെയും അവിടുന്ന് മുർദേശ്വറിലോട്ട് യാത്ര പുറപ്പെടുന്നതിൻ്റെയും ഒക്കെ കാഴ്ചകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 6 വരിയായി വികസിപ്പിക്കുന്ന കേരളത്തിൻ്റെ NH-66 നിന്നും കർണാടകയുടെ NH-66 കയറുമ്പോൾ 6 വരി പാതയിൽ നിന്നും 4 വരി പാതയെ ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ആദ്യകാല ഡിസൈനിലുള്ളതുപോലെ മീഡിയനിൽ ബ്രേക്കുകളും യൂ ടേണുകളും ഒക്കെ പലയിടത്തും കാണാം. കോഴിക്കോട് നിന്ന് ഡീസൽ അടിച്ചതിന് ശേഷം പിന്നെ ഡീസൽ അടിച്ചിരുന്നില്ല. കർണാടകയിൽ കേരളത്തിനെ അപേക്ഷിച്ച് 6 രൂപയോളം കുറവുണ്ട്. ബൈപ്പാസ് വഴി മാംഗ്ലൂർ സിറ്റിയൊക്കെ കവർ ചെയ്ത് സിറ്റിയുടെ ഉദ്ദേശം വടക്കേ അതിർത്തിയായ കുളൂറിലോട്ട് എത്തിയിട്ടുണ്ട്. കുളൂറിൽ പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലമാണ് വലതുവശത്ത് കാണുന്നത്. മാംഗ്ലൂർ പോർട്ടിലേക്കും സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്കും വിവിധതരം പ്ലാന്റുകളിലേക്കൊക്കെ ഉള്ള വഴിയാണ് ഇടത്തേക്ക് പോകുന്നത്. സന്ധ്യാസമയത്ത് സാമാന്യം കനപ്പെട്ട ചായടിക്ക് ശേഷം ആഹാരമൊന്നും കഴിച്ചിരുന്നില്ല. എല്ലാവർക്കും ചെറുതായിട്ട് വിശപ്പ് തുടങ്ങിയപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് ലഘുഭക്ഷണം ഇവിടുത്തെ ഹൈവേ നെസ്റ്റിൽ നിന്ന് കഴിച്ചിട്ട് പോകാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. യാത്രക്കാരും ദീർഘദൂര ബസ്സുകളും ലോറികളും ഒക്കെയായി ഹൈവേ നെസ്റ്റിലും നല്ല തിരക്കാണ് ഈ 1 മണി സമയത്തും. ഇതുപോലെയുള്ള യാത്രകളിൽ രാത്രിയൊക്കെ ബ്രേക്ക് എടുക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലങ്ങളാണ് ടോൾ പ്ലാസകൾ. എപ്പോഴും ആൾത്തിരക്കും വാഹന ഗതാഗതവും ഒക്കെ ഉള്ളത് കാരണം ഒരു ഏകാന്തമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാകുകയില്ല, ഒരു സുരക്ഷിതത്വവും ഉണ്ടാകും. ചെറിയൊരു വിശ്രമത്തിനും ഭക്ഷണത്തിനുമൊക്കെ ശേഷം വീണ്ടും യാത്ര തുടർന്ന് ഇപ്പോൾ പടുബിദ്രി എത്തിയിരിക്കുകയാണ്. ഈ ഹൈവേയിൽ മെയിൻ സിറ്റികളിലും ടൗണുകളിലും അതിൻ്റെ പരിസരങ്ങളിലുമൊക്കെ മാത്രമേ സ്ട്രീറ്റ് ലൈറ്റുകൾ ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ള സ്ട്രെച്ചുകളെല്ലാം ഇരുട്ട് മൂടിയത് തന്നെയാണ്. കാപ്പ് പട്ടണത്തിന് വേണ്ടിയുള്ള അണ്ടർപാസിന് മുകളിൽ കൂടിയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടതുവശത്ത് കാണുന്നതാണ് ഹൊസ മാരിഗുഡി ക്ഷേത്രം.
കുന്താപുരയിലേക്കും കവപ്പ് പട്ടണത്തിലേക്കുമൊക്കെ ഉള്ള ദിശാ ബോർഡുകൾ മുന്നിലായിട്ട് കാണാം. ഈ ഒരു നേരത്ത് റോഡിൽ വാഹനങ്ങൾ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അത്ഭുതകരമായി തോന്നിയൊരു കാര്യം, ചരക്ക് വാഹനങ്ങൾ തന്നെ വളരെ കുറവായിട്ടാണ് കണ്ടത്. ഉടുപ്പി ടൗണിലേക്കും കുന്താപുരയിലേക്കും ഭട്കലിലേക്കുമുള്ള സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഉടുപ്പിയിലേക്ക് പോകാനുള്ള ഗ്രേഡ് സെപ്പറേറ്റർ ഒരു ഓവർപാസ് ആണ്. ഇടതുവശത്തെ സർവീസ് റോഡിൽ കൂടി കയറി ഓവർപാസിൽ കയറി വേണം ഉടുപ്പി ടൗണിലേക്ക് പോകാനായിട്ട്. തൊട്ട് മുന്നിലൊരു ജംഗ്ഷനിൽ ഒരു അണ്ടർപാസിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡൈവേർഷനാണ് ഈ കാണുന്നത്. ഉടുപ്പിക്കും കുന്താപുരയ്ക്കും ഇടയ്ക്കുള്ള സസ്തൻ ടോൾ പ്ലാസയിൽ കാറുകൾക്കുള്ള ടോള് 60 രൂപയാണ്. രാത്രി നേരത്ത് വലിയ വാഹനത്തിരക്കൊന്നുമില്ലാത്ത റോഡുകളിൽ കൂടി സ്വന്തമായിട്ട് ഇഷ്ടമുള്ള പ്ലേലിസ്റ്റിലെ പാട്ടൊക്കെ കേട്ട് ഡ്രൈവ് ചെയ്യുന്നത് പോലത്തെ സന്തോഷം ഡ്രൈവിങ്ങിൽ വേറെ അധികം കിട്ടാറില്ല. കുന്താപുര ടൗണിൻ്റെ ഔട്ട്സ്കേർട്ട്സിൽ കൂടെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ടൗൺ കഴിഞ്ഞ് അധികം താമസിക്കുന്നതിന് മുന്നേ തന്നെ വലത്തേക്ക് മൂകാംബികയിലോട്ടുള്ള എക്സിറ്റ് എടുക്കണം. കുന്താപുരയ്ക്ക് തൊട്ടപ്പുറത്തുള്ള തല്ലൂർ എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ നിന്നാണ് ഇവിടുന്നാണ് NH66 എക്സിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ കാരോടുന്ന് NH66 കൂടി തുടങ്ങിയ യാത്ര ഇവിടെ വെച്ച് എക്സിറ്റ് ചെയ്യുകയാണ്. NH66 വിട പറഞ്ഞ് മൂകാംബികയിലോട്ടുള്ള റോഡിൽ യാത്ര തുടരുകയാണ്.
ജനവാസം താരതമ്യേന കുറഞ്ഞതും രാത്രിയായത് കാരണം വാഹനഗതാഗതം തീരെയും ഇല്ലാത്ത റോഡുകളിൽ കൂടിയാണ് വന്നത്. അതുകൊണ്ട് ആ ദൃശ്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഡ്രൈവ് ചെയ്ത് ഹൽക്കൽ ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ NH-66 തന്നെ ബൈന്ദൂർ എന്ന് പറയുന്ന ടൗണിലെത്താം. ബൈന്ദൂരിലാണ് മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. വലത്തേക്ക് പോയാൽ മൂകാംബിക ക്ഷേത്രത്തിലേക്കും എത്താം. ഇത് മൂകാംബിക വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളാണ്. അഞ്ച് മിനിറ്റ് കൊണ്ട് ഓടി മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ആർച്ച് നിൽക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇങ്ങനെ കൊല്ലൂർ ടൗണിലെത്തിയിരിക്കുകയാണ്. വലതുവശത്തുള്ളതാണ് കൊല്ലൂർ ടൗണിലെ ബസ് സ്റ്റാൻഡ്. ശ്രീരാമകൃഷ്ണാശ്രമവും സൗപർണിക തീരത്തേക്കുള്ള വഴിയും എല്ലാം ഇടത്തേക്കാണ്. ഈ നേരത്ത് കൊല്ലൂർ ടൗണും ഒട്ടും സജീവമല്ല, എല്ലാവരും ഉറക്കത്തിലാണ്. ഈ ഒരു വേനൽക്കാലത്തും ഗ്ലാസിൽ മഞ്ഞ് പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. നേരെ മുന്നിലായി കാണുന്നതാണ് മൂകാംബിക ക്ഷേത്രം. ഈ നേരത്ത് പക്ഷേ ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയാണ്. വെളുപ്പാങ്കാലത്തെ 5 മണിക്കാണ് നട തുറക്കുന്നത്. ക്ഷേത്രത്തിനടുത്ത് തന്നെയുള്ള ജ്യോതിസ് റെസിഡൻസിയിലാണ് ആ റൂം എടുത്തിരിക്കുന്നത്. യാത്രാക്ഷീണമൊക്കെ കാരണം താമസിച്ചാണ് ഉറങ്ങി എഴുന്നേറ്റത്. സൗവർണികാ തീരത്തെത്തിയപ്പോൾ തീരെ വെള്ളമില്ല. അവിടുന്ന് പേരിന് വേണ്ടി ദേഹശുദ്ധി വരുത്തി അമ്പലത്തിലെത്തിയപ്പോൾ ഉച്ചശീവേലി നടക്കുകയാണ്. സാമാന്യം നല്ല തിരക്കുള്ള സമയമാണെങ്കിലും അധിക നേരം ക്യൂവിൽ നിൽക്കാതെ ദർശനം കിട്ടി. അമ്പലത്തിലെ പൂജാ സമയങ്ങളൊക്കെ അവിടെ ബോർഡിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. 22 വർഷങ്ങൾക്ക് മുൻപ്
സുഹൃത്തുക്കളുമായിട്ട് നടത്തിയ ഒരു മൂകാംബിക യാത്രയുടെ ദൃശ്യങ്ങൾ ഇവിടെ ആഡ് ചെയ്തേക്കാം. ഇത് യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളാണ്. ഡിജിറ്റൽ ക്യാമറകളൊന്നും പ്രചാരത്തിൽ വന്നിരുന്നില്ല. JVCയുടെ ഒരു മിനി ഡേവി ടേപ്പ് ഇടുന്ന ഹാൻഡി ക്യാമിൽ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളാണ്. സ്വന്തം ആവശ്യത്തിന് ഷൂട്ട് ചെയ്തതാണ്, അതുകൊണ്ട് അധികം ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല. ക്ഷേത്രത്തിൻ്റെ ഊട്ടുപുരയിൽ നല്ല തിരക്കായത് കാരണം ഒരു ബ്രഞ്ചിൽ ആഹാരം ഒതുക്കി മുർദേശ്വറിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. പെയ്ഡ് പാർക്കിംഗ് ലോട്ടിൽ കൂടിയാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. എന്നാൽ ജ്യോതിസ് റെസിഡൻസിയിലൊക്കെ താമസിക്കുന്നവർക്ക് സ്ലിപ്പ് കാണിച്ചാൽ മതിയാകും, പണം കൊടുക്കേണ്ടതില്ല. NH-66നെയും NH-48നെയും കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഹൈവേ ആണ് കൊല്ലൂർ വഴി കടന്നു പോകുന്നത്, NH-766C. ഇത് കൊല്ലൂർ ടൗണിൽ അതിൻ്റെ നവീകരണം നടന്നു വരുന്നതിൻ്റെ കാഴ്ചകളാണ്. വെളുപ്പാങ്കാലത്ത് ഉറങ്ങിക്കിടന്ന ടൗൺ ഇപ്പോൾ സജീവമായിട്ടുണ്ട്. കുടജാദ്രിയിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ തയ്യാറായി കിടക്കുന്ന ജീപ്പുകളും മറ്റും കാണാം. വലത്തേക്ക് കിടക്കുന്ന ആ പാതയാണ് സൗവർണിക തീരത്തേക്ക് നയിക്കുന്നത്. ഇടതുവശത്ത് കൊല്ലൂർ ബസ് സ്റ്റാൻഡ് കാണാം. നമ്മുടെ കേരള KSRTC ബസ്സുകളെല്ലാം ഇവിടെ ആളിനെ ഇറക്കിയതിന് ശേഷം ക്ഷേത്രം വക ഗസ്റ്റ് ഹൗസിൻ്റെ പരിസരത്താണ് പൊതുവെ പാർക്ക് ചെയ്യുന്നത് കണ്ടുവരുന്നത്.
ബൈന്ദൂർ 27, മുർദേശ്വർ 57 എന്നിങ്ങനെയാണ് സൈൻ ബോർഡിൽ കാണിച്ചിരിക്കുന്ന ദൂരം. വീണ്ടും യാത്ര ചെയ്ത് കൊല്ലൂർ ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിനടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിർത്തി 1-2 ക്ലിപ്പുകൾ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് യാത്ര തുടർന്നത്. നേരത്തെ പറഞ്ഞ പോലെ മൂകാംബിക വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളാണ് ഇവിടെയെല്ലാം. ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സിൻ്റെ ഒരു ബട്ടർഫ്ലൈ ക്യാമ്പൊക്കെ വലത്തേക്ക് പോയാലുണ്ട്. ഇടയ്ക്കിടയ്ക്കുള്ള വാഹനങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ സമാധാനപൂർണമായ ഒരു അന്തരീക്ഷത്തിൽ കൂടെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈവും വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസായി മാറുന്നു. ഹൽക്കൽ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. വെളുപ്പിനെ വന്ന കുന്താവരയിൽ നിന്നുള്ള വഴിയാണ് ഇടത്തേക്ക്. നമ്മളിപ്പോൾ നേരെ ബൈന്ദൂറിലേക്കുള്ള വഴി കൂടെയാണ് യാത്ര തുടരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എത്രയോ ഓർമ്മകൾ പേറുന്ന ധാരാളം യാത്ര ചെയ്തിട്ടുള്ളൊരു വഴിയാണിത്. പല കാലഘട്ടങ്ങളിലെ ഓർമ്മകൾ തിക്കിത്തിരക്കി കടന്നു വരുന്നു. താരതമ്യേന ജനവാസം കുറഞ്ഞൊരു മേഖലയാണിത്. ഉച്ചനേരമായതുകൊണ്ട് വാഹന ഗതാഗതവും കുറവ്. അതുകൊണ്ട് പൊതുവെ വിജനമായി കാണപ്പെടുന്ന വഴികളിൽ കൂടിയാണ് ഇപ്പോൾ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്.
ഒരു ചെറിയ ജനവാസ കേന്ദ്രമാണ് ഈ അരേഷിരൂർ. ഒരു പഞ്ചായത്ത് ഓഫീസും സ്കൂളും ഒരു ഹെലിപാഡും ഒക്കെ ഉള്ളൊരു പ്രദേശമാണ്. NH-66 വീണ്ടും എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരെ മുന്നിലായിട്ട് കൊങ്കൺ റെയിൽവേയുടെ ഒരു അണ്ടർപാസ് കാണാം. മുകളിൽ റെയിൽവേ ലൈനാണ്. അങ്ങനെ വീണ്ടും NH-66 പ്രവേശിക്കുകയാണ്. ഇടത്തേക്ക് കുന്താപുര, മാംഗ്ലൂർ മുതലായ സ്ഥലങ്ങളും വലത്തേക്ക് ഭട്കൽ, മുർദേശ്വർ മുതലായ സ്ഥലങ്ങളിലേക്കുമാണ് പോകുന്നത്. ബൈന്ദൂർ ടൗണിൻ്റെ പ്രാന്തപ്രദേശങ്ങളാണിതെല്ലാം. ബൈന്ദൂർ ടൗണിൻ്റെ വടക്കേ അറ്റത്തെത്തിയിട്ടുണ്ട്. വലത്തേക്കാണ് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷൻ അഥവാ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷൻ. ബൈന്ദൂർ ടൗൺ കഴിയുന്നതോടുകൂടി ഒരു കുന്ന് കയറി ഇറങ്ങിയാണ് NH-66 പോകുന്നത്. ഇപ്പോൾ ആ കയറ്റത്തിൻ്റെ ഗ്രേഡിയൻ്റൊക്കെ വികസനം വന്നതോടുകൂടി അല്പം കുറഞ്ഞിട്ടുണ്ട്. മുൻപ് ഇതായിരുന്നില്ല അവസ്ഥ. സാമാന്യം നല്ല സ്റ്റീപ്പായിട്ടുള്ളൊരു കയറ്റമായിരുന്നു. അതിൻ്റെ മുകളിൽ നിന്നാൽ ഒരു വശത്ത് കടലിൻ്റെ വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ആ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം. അത് 2003 തന്നെ ഷൂട്ട് ചെയ്തതാണ്. വീണ്ടും ഇന്നത്തെ കാലത്തേക്ക് എത്തുമ്പോൾ 4 വരി പാതയിലൂടെയുള്ള NH-66 യാത്ര തുടരുകയാണ്. മുമ്പ് ഇതൊരു സാധാരണ 2 വരി പാത മാത്രമായിരുന്നു. കൊങ്കൺ റെയിൽവേ ടണലിൻ്റെ വെന്റിലേഷനോ മറ്റോ ആണ് വലതുവശത്ത് കാണുന്നത്.
NH-66 ഒരു ചെറുപട്ടണമായ ഷിരൂറിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ടോൾ പ്ലാസയും കൂടി ഉള്ള സ്ഥലമാണ്. ൽ ഈ പ്രദേശങ്ങൾ എങ്ങനെയായിരുന്നു എന്നത് കണ്ടു നോക്കുക. മുർദേശ്വറിലേക്കുള്ള ഡ്രൈവ് തുടരുന്നു.